നമസ്കാരം. വീണ്ടും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ നിന്നാണ് കേട്ടോ ഞാൻ ആ ചാനൽ ഇട്ടിട്ട്. കാരണം എന്താണെന്നറിയോ, എനിക്ക് വീടാണ് ഏറ്റവും ഇഷ്ടം, എൻ്റെ കുടുംബമാണ് ഏറ്റവും ഇഷ്ടം. അപ്പോൾ വീടുകൾ എങ്ങനെ നന്നായി വരണം എന്നാണ് ഞാൻ എപ്പോഴും ചിന്തിക്കാറ്. അപ്പോൾ ഞാൻ പല കാര്യങ്ങളും ഓർത്തിങ്ങനെ വിഷമിക്കുമ്പോൾ എൻ്റെ വീട്ടിലുള്ളവർ പറയും, നീ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത്, എല്ലാവരും ഹാപ്പിയാണ്, നീ അവരെ ഓർത്തിട്ട് എന്തിനാ ഇത്ര ദുഃഖിക്കുന്നതെന്ന് ചോദിക്കും. ഒരു പരിധി വരെ ശരിയാണ് കേട്ടോ. ഞാൻ പോകുന്ന സ്കൂളുകളിലും കോളേജസിലും ഒക്കെ ഒത്തിരി പ്രശ്നങ്ങളുള്ള കുട്ടികളുണ്ട്. പക്ഷെ അവർ ഹാപ്പിയാണ്, അവർ ഓർത്തിട്ട് ഞാനാണ് ദുഃഖിക്കുന്നത്. അപ്പോൾ ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യം എന്താണെന്നറിയോ, ഈ ലോകം ഒരു യുദ്ധത്തിലാണ്. എന്ത് തോന്നുന്നു? അയ്യോ, ഇവരെന്താ ഈ പറയുന്നത്, ഇവർക്ക് എന്താണ്, ഇവരുടെ ചിന്തയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, അതാണ് ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത്. എന്നാൽ ഞാൻ പറയുന്നതൊന്ന് ശ്രദ്ധിച്ച് കേട്ടോ. എന്താണ് ആ യുദ്ധം എന്നറിയാമോ? ആരാലും കണ്ടുപിടിക്കാൻ പറ്റാത്ത, എല്ലാവരും നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു യുദ്ധം. മൊബൈലാണ് നിങ്ങളുടെ ശത്രു, നമ്മുടെ ശത്രു. ഇപ്പോൾ ഇത് കാണുന്ന കുറച്ച് പേരും ഉണ്ടാവുമെന്ന് എനിക്കറിയാം. ഇതൊന്നുമല്ലാതെ അതിനൊരു അഡിക്ഷനിലേക്ക് വന്നിട്ട് റീൽസ് കാണുക, ഷോർട്സ് കാണുക, ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ചെറിയ കുട്ടികൾ, പ്രായഭേദമന്യുള്ള ആൾക്കാർ, ഇവരെല്ലാം എന്തിൻ്റെ അടിമകളായി മാറുന്നു? ചെറിയ തോതിൽ തൊട്ട് വലിയ തോതിൽ വരെ സംഭവിക്കാൻ സാധ്യതയുള്ള മാനസിക പ്രശ്നങ്ങൾക്ക് ഇവർ അടിമയാകും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പണ്ടൊന്നും ഇപ്പോൾ കോഴിക്കോട് എടുത്തു കഴിഞ്ഞാൽ കുതിരവട്ടം മാനസിക ആരോഗ്യ കേന്ദ്രം എന്നാണ് ഇപ്പോൾ പറയുന്നത്, ഹെൽത്ത് കെയർ, മാനസിക രോഗാശുപത്രി, അതല്ല, ആ ടെർമിനോളജി മാറി. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ശരീരത്തിന് അസുഖം വരുന്നത് പോലെ അതിനെക്കാട്ടിൽ എളുപ്പം പിടികൂടാൻ സാധ്യതയുള്ള ഒരു വ്യത്യാസത്തിൽ നിന്നുണ്ടാകുന്നതാണ് ഇപ്പോൾ മാനസികമായിട്ടുള്ള ഈ പ്രശ്നങ്ങൾ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ഇപ്പോൾ മെൻ്റൽ ഹെൽത്ത് കെയർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെയൊക്കെ ചുറ്റുപാടുകളിൽ കൂണുപോലെ കിളിർത്ത് പൊങ്ങുന്ന ചില സെൻറ്ററുകൾ. ഇതിൻ്റെ കാരണം എന്താണ്? ഒന്ന്, നമ്മുടെയൊക്കെ സാഹചര്യം, നമ്മുടെയൊക്കെ സമയമില്ലായ്മ, നമ്മുടെ മാറിയ കുടുംബാന്തരീക്ഷം, അതെല്ലാമാണ്. ഓക്കെ, സമ്മതിക്കുന്നു. ഇനി അതിനൊരു മാറ്റം കൊണ്ടുവരാൻ ബുദ്ധിമുട്ടാണ്. കാരണം പണ്ടൊക്കെ നമ്മുടെ വീട്ടിൽ അമ്മമാർ നമ്മൾ സ്കൂളിൽ പോയി വിട്ടിട്ട് ഓടി വന്നു കഴിഞ്ഞാൽ ഭക്ഷണം വിളമ്പി തരാനും സ്നേഹത്തോടെ വർത്താനം പറയാനും ഒക്കെ നമ്മുടെ അമ്മമാരുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ അച്ഛൻ വരും. അച്ഛനെ കാത്തിരിക്കുന്ന സമയം വളരെ വേഗതയൊന്നുമില്ലാതെ നല്ല സമാധാനത്തോടെ ഏകദേശ സമയങ്ങളൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അന്നേരം ആത്മവിശ്വാസം വളരെ കൂടുതലായിരുന്നു. കാരണം എന്താണ്? കുടുംബത്തിൽ ആൾക്കാരുടെ എണ്ണം കൂടുതലായിരുന്നു. നമുക്ക് അമ്മാവന്മാരും അമ്മായിമാരും ചിറ്റപ്പന്മാരും അവരുടെ മക്കളും ഒക്കെ ഉണ്ടായിരുന്നു, കളിക്കാനും സങ്കടം പറയാനും ഒക്കെ. അപ്പോൾ നമ്മളൊക്കെ വളരെ സ്ട്രോങ് ആയിരുന്നു ഒരു കാലഘട്ടത്തിൽ. ഇപ്പോൾ എന്താണ് സംഭവിച്ചത്? അണുകുടുംബ വ്യവസ്ഥയിലേക്ക് മാറി. ആദ്യം എല്ലാവരും വിചാരിച്ചു അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ വളരെ സേഫായി, ഭാര്യയും ഭർത്താവും മക്കളും, വളരെയധികം സെക്യൂറായ ഒരു ജീവിതം ആണെന്ന് എല്ലാവരും വിചാരിച്ച് മാറിപ്പോയ ജീവിതം. പക്ഷെ എന്താണ് അവിടെ സംഭവിച്ചത്? അപ്പോഴത്തേക്കിനും സ്ത്രീകളുടെ വിദ്യാഭ്യാസം കൂടി, അവർക്ക് ജോലിക്ക് പോകണമെന്നായി, വീട്ടിൽ കുട്ടികളെ നോക്കാൻ ആളില്ല, ചെറിയ കുട്ടികളെ പോലും പ്ലേ സ്കൂളിലും മറ്റും ആക്കുന്ന അവസ്ഥ. അപ്പം ഇപ്പോൾ ഞാൻ എൻ്റെ അടുത്തൊരു കൂട്ടുകാരി വിളിച്ചു. അവളൊരു സ്കൂളിൽ ജോലി ചെയ്യണം. അവൾ പറയാണ്, കൊറോണയ്ക്ക് ശേഷം ഡിസബിലിറ്റീസ് ഉള്ള കുട്ടികളാണ് കൂടുതലും നഴ്സറികളിൽ വരുന്നത്. അവർ ഒരു തരത്തിലും മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. സ്പീച്ച് തെറാപ്പി വേണ്ടി വരുന്ന കുട്ടികൾ. കാരണം മൊബൈലിൻ്റെ നിരന്തരമായ ഉപയോഗം, ഈ വിരൽ കൊണ്ടിങ്ങനെ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മുടെ ചിന്തകളെ ഓടിച്ചോടിച്ചോടിച്ചുവിടാൻ ബ്രെയിനിന് പോലും ആ വേഗത്തിൽ എത്താൻ കഴിയുന്നില്ല. പിന്നീട് ആ കുട്ടിക്ക് ഒരു
കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയില്ല, ഈവൻ പഠിത്തത്തിൽ പോലും. അങ്ങനെ ദുഃഖിക്കുന്ന മാതാപിതാക്കൾ അവരെ ഓടുന്നു, സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോകുന്നു. അതിൽ നിന്നും കിട്ടുന്ന ആങ്സൈറ്റി അമ്മയ്ക്ക് അച്ഛനും, ആങ്സൈറ്റി കൂടിയിട്ട് പ്രശ്നങ്ങൾ വേറെ ഉണ്ടാകുന്നു. അപ്പോൾ ഇതൊരു യുദ്ധമാണ്. എസ്പെഷ്യലി നമ്മുടെ കേരളത്തിലാണ് ഈ യുദ്ധം കൂടുതൽ നടക്കുന്നത്. വടക്കോട്ടൊന്നും പോയി കഴിഞ്ഞാൽ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം കുറവാണ്. ഇവിടെ എല്ലാവരും എഡ്യൂക്കേറ്റഡ് ആണ്, എല്ലാവർക്കും പിന്നെ ഒരു കാര്യം, നമ്മുടെ ഒരൊറ്റ ഒരു ടച്ചിൽ കുറേ പേരുടെ ജീവിത വിജയം ഇങ്ങനെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സോ ദാറ്റ് വി വിൽ ഫീൽ ഫ്രസ്ട്രേറ്റഡ്, വി വിൽ ഫീൽ ഡിസപ്പോയിൻറ്റഡ്. ഓ, എന്നെ കൊണ്ടൊന്നിനും കൊള്ളില്ലല്ലോ. പിന്നെ ആ മൊബൈൽ ഫോൺ നമുക്ക് പറഞ്ഞു തരും, ഇഫ് യു ആർ നോട്ട് ഹാവിങ് എ പർപ്പസ് യുവർ ലൈഫ് ഇസ് മീനിങ് ഫുൾ. ഒരിക്കലും വിചാരിക്കരുത്, തീർത്തും തെറ്റാണ്. നമ്മൾ പറയും ഹാപ്പിനെസ്സിനെ കുറിച്ച്. ജീവിതത്തിൽ വേറൊന്നും വേണ്ട, മനസ്സിൻ്റെ സമാധാനം, മനസ്സിൻ്റെ ബാലൻസ്, കൺസിസ്റ്റൻസി, അത് മാത്രം ഉണ്ടോ നിങ്ങൾ ഭാഗ്യവാനാണെന്ന് ഞാൻ പറയും. കാരണം ഈ 20 വർഷത്തെ എൻ്റെ അനുഭവമാണ്. അതാണ് നിങ്ങൾക്ക് വേണ്ടത്. നിങ്ങൾക്ക് നല്ലൊരു ഫാമിലി ഉണ്ടോ, വലിയൊരു കുടുംബം ഉണ്ടോ, പിണക്കമാണേലും ഇടയ്ക്ക് കയറി വരുന്ന അമ്മാവനും അമ്മായി ഉണ്ടോ, ദുഃഖം വരുമ്പോൾ നമ്മൾ ആഘോഷങ്ങളുണ്ടോ, കുഞ്ഞുങ്ങളുണ്ടാവുന്നുണ്ടോ, ഇതിനെല്ലാം നിങ്ങൾ പങ്കെടുക്കുന്നുണ്ടോ, നിങ്ങൾ ഭാഗ്യവാന്മാരാണെന്ന് ഞാൻ പറയും. അപ്പോൾ ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ അപ്പോൾ അതിന് പേഴ്സണലായിട്ടൊരു കാര്യത്തിലേക്ക് വരാം. ഞാൻ ഇങ്ങോട്ടേക്ക് കോഴിക്കോട്ടേക്ക് എത്തിയതാണ്. ഇവിടെ നമുക്ക് ബന്ധുക്കളില്ല, സുഹൃത്തുക്കളും അധികമില്ല. അപ്പോൾ ഈ പറയുന്നതെല്ലാം എനിക്ക് വിദൂരമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ പറയുന്ന ആഘോഷങ്ങൾ, ഒരു കുട്ടി ഉണ്ടാകുന്നത്, കാണാൻ പോകുന്നത്, ചടങ്ങുകൾ ഒന്നുമില്ല. അപ്പോൾ തീർത്തും ലൈഫ് വേറൊരു പെർസെപ്ഷനിലേക്ക് മാറിക്കഴിഞ്ഞു, ഒരു ഒറ്റപ്പെടലിൻ്റെ രീതിയിലേക്ക് മാറിക്കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിക്കും, ഓ, അവർക്ക് ഇത്രയും ബന്ധുക്കളുണ്ടല്ലോ, അവരെത്ര ഭാഗ്യമുള്ളവരാണ്. ശരിയാണ്, തീർത്തും ശരിയാണ്. കാരണം നമ്മളൊന്ന് വീണു പോകുമ്പോൾ ഒരു കൈത്താങ്ങിന് നമുക്കുണ്ട്, ഈശ്വരനുണ്ട്. പക്ഷെ ഈശ്വരൻ മനുഷ്യനായി സൃഷ്ടിച്ച ചില സുഹൃത്തുക്കൾ നമുക്കുണ്ടാവുന്നത് വളരെ വലിയൊരു അനുഗ്രഹമാണ്. അപ്പോൾ അവർ നമ്മളെ സാന്ത്വനിപ്പിക്കുന്നു, നമ്മളുടെ കൂടെ നിൽക്കുന്നു, ഒക്കെ നമുക്ക് വേണ്ടത് തന്നെയാണ്. അപ്പോൾ ഇത് നഷ്ടപ്പെട്ട ബാല്യമാണ് ഇപ്പോൾ ഉള്ള കുട്ടികളുടെ ഒരു പ്രയാസം എന്ന് പറയുന്നത്. അവർക്ക് മൊബൈൽ ഫോൺ മാത്രമേ അറിയൂ. മൊബൈൽ ഫോണിൽ കാണുന്നത് അവർ വിശ്വസിക്കുന്നു. കൂടുതൽ സ്പീഡിലേക്കും, ഇനിയിപ്പോൾ ടി വി കണ്ടു കഴിഞ്ഞാൽ കൂടുതൽ വയലൻസിലേക്കും, വഴക്കിലേക്കും, ദുരന്തങ്ങളിലേക്കും ഒക്കെ അവരുടെ മനസ്സ് സഞ്ചരിക്കും. അതായത് നമുക്കറിയാം, നമ്മുടെ ചാനലുകളിലും പത്രങ്ങളിലും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ ലോകത്ത് നല്ലതൊന്നും സംഭവിക്കുന്നില്ല, അല്ലേ? ഒരിടത്ത് കൊലപാതകമാണെങ്കിൽ ഒരിടത്ത് തട്ടിക്കൊണ്ടുപോകില്ല, അവിടെയാണെങ്കിൽ അന്ന് നമ്മുടെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ മാത്രം ചർച്ച ചെയ്യുന്നതാണ് നമ്മുടെ ചുറ്റുപാട്. അപ്പോൾ നമ്മൾ കൂടുതലും ഈ ഡിപ്രഷൻ എന്ന് പറയുന്നത് ബാധിക്കുന്നത് കുറച്ച് നിഷ്കളങ്കമായ മനസ്സുള്ളവരെയാണ്. അവർക്കിത് മറ്റുള്ളവരുടെ കാര്യമാണെങ്കിൽ പോലും താങ്ങാൻ പറ്റാതെ വരും, ഒരു എമ്പത്തറ്റിക് ഫീലിംഗ് അവർക്കുണ്ടാവും. അപ്പോൾ ഈ കുട്ടികളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ ഒരു യുദ്ധത്തിലാണ്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കൂ, ശരിയല്ലേ? നമ്മുടെ വീടിനുള്ളിൽ തന്നെ യുദ്ധമാണ്. ഈ യൂട്യൂബും ഇതുമൊക്കെ കണ്ട് നമുക്ക് പരസ്പരം ഒന്നിനും സമയമില്ലാതായി. ഇനി സമയമുണ്ടെങ്കിൽ തന്നെ നമുക്ക് ആൾ പറയുന്നത് കേൾക്കാനുള്ള ക്ഷമയില്ലാതായി. ഇതെല്ലാം അന്യം നിന്ന് പോകുന്നു. അപ്പോൾ കുറച്ച് വർഷങ്ങൾ കൂടി കഴിയുമ്പോൾ ആര് ജയിക്കും എന്നുള്ളത് ആലോചിച്ച് നോക്കുക. ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇടുക. നിങ്ങളുടെ വീട്ടിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ സമൂഹത്തിൽ സംഭവിക്കുന്നത്, നമ്മുടെ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്നത്, നമ്മുടെ രാജ്യത്ത് സംഭവിക്കുന്നത്. അതുകൊണ്ട് കരുതിയിരിക്കുക, നമ്മൾ യുദ്ധത്തിലാണ്.